നരകത്തിൽ പോകുന്ന ആളുകൾ ആ നരകത്തിന്റെ വക്കിൽ വെച്ചുകൊണ്ട് ഫഅതറഫു അവര് സമ്മതിക്കും, ബിദംബിഹിം അവരുടെ ദോഷങ്ങൾ അവർ ഏറ്റെടുക്കും, അവർ സമ്മതിക്കും. അതുകൊണ്ട് സുഹഖൻ വിജയത്തിൽ നിന്ന്, റഹ്മത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ തൃപ്തിയിൽ നിന്ന് ദൂരെയാണ്. ഒരു സാധ്യതയും അവരുടെ മുമ്പിലില്ല. കാരണം നരകത്തിന്റെ മുമ്പിൽ വെച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീർപ്പ് കൽപ്പിച്ച് അവരവരുടെ ദോഷങ്ങൾ ഏറ്റെടുത്ത് വന്നാൽ ഇനി അവർക്ക് വിജയം എന്നത് അതിവിദൂരമാണ്. സഹിഖ എന്ന് പറഞ്ഞാൽ ദൂരത്തായി അല്ലെങ്കിൽ നശിച്ചോ എന്നതിനർത്ഥം. അസ്ഹഖ എന്ന് പറഞ്ഞാൽ നശിപ്പിച്ചു, ദൂരത്താക്കി എന്നാണ്. അതിന് വരുന്നതാണ് സുഹഖ്. അപ്പൊ അവര് ദൂരത്തായി എന്ന് പറഞ്ഞാൽ ഇവിടൊക്കെ എന്തെങ്കിലുമൊക്കെ പാളിച്ച സംഭവിച്ചാൽ രക്ഷപ്പെടാനുള്ള പഴുതുകൾ പിന്നെയുണ്ട്. നേരെ മറിച്ച് അവിടുന്ന് തീർപ്പായി നരകത്തിലേക്ക് തള്ളുന്ന അവസ്ഥ വന്നാൽ നീ രക്ഷക്കുള്ള പഴുതില്ല. രക്ഷയിൽ നിന്ന്, തൃപ്തിയിൽ നിന്ന്, സന്തോഷത്തിൽ നിന്ന്, വിജയത്തിൽ നിന്ന് അവര് ദൂരത്താണ്. അതാണ് അതിന്റെ നേരെ അർത്ഥം. സത്യത്തില് ഫഅതറഫു ബിദംബി അവരുടെ ദോഷങ്ങൾ അവർ ഏറ്റെടുത്തു, സമ്മതിച്ചു. ഈ സമ്മതം ഉണ്ടല്ലോ, ഇത് ദുന്യാവിലാണെങ്കിൽ അവിടുന്ന് സമ്മതിക്കേണ്ടി വരില്ല. ചെയ്ത ദോഷങ്ങൾ ദോഷങ്ങളായി ഒന്ന് അംഗീകരിച്ച് സമ്മതിച്ചാൽ സുഹൃത്തുണ്ടാവൂല. നേരെ മറിച്ച് എന്തുണ്ടാകുക? വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത. ഞാൻ ചെയ്ത തെറ്റുകൾ തെറ്റുകളാണ് എന്നൊരു സമ്മതവും അതിന്റെ പേരിലുള്ള ഒരു ഖേദവും ഉണ്ടെങ്കിൽ സുഹൃത്തല്ല, പടച്ചോൻ ഖരീബ. അള്ളാഹു വളരെ അടുത്താണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തൃപ്തി, അള്ളാഹുവിന്റെ കാരുണ്യം, അള്ളാഹുവിന്റെ സ്നേഹം, അള്ളാഹുവിന്റെ സ്വർഗം അതൊക്കെ അവന്റെ സമീപത്താണ്. അവൻ ഏത് കള്ളനാണെങ്കിലും കള്ളുകുടിയനാണെങ്കിലും ഒരു വേള കൊലയാളിയാണെങ്കിലും എന്ത് വേണം, ചെയ്തത് തെറ്റാണെന്ന് അംഗീകരിച്ച ഒരു ഖേദം ഉണ്ടാവും. പക്ഷെ അത് അവിടുന്ന് ആയാലോ ഫഅതറഫു ബിദംബി, പിന്നെ സുഹഖാണ്. ഖുർബല്ല, സുഹഖാണ്. ഇവിടുന്ന് ആവുമ്പോ ഖുർബാണ്. ഇവിടുന്നാണ് ഇഅ്തിറാഫ് എങ്കിൽ ഞാൻ ചെയ്ത തെറ്റ്. ജനങ്ങൾ ഇവിടുന്ന് തെറ്റമ്മയ്ക്കൂലല്ലോ. ഏതെങ്കിലും ഒരു വ്യക്തി ജയിലിൽ പോവാണെങ്കിൽ, ഇനി കൊല ചെയ്യപ്പെടുന്നതിന് തൊട്ടുമ്പാണെങ്കിലും അത് ഞാൻ നിവൃത്തില്ലാതെ ചെയ്തല്ലേ, സമ്മർദ്ദം വന്നല്ലേ, എന്നോട് ചെയ്യാൻ പറഞ്ഞല്ലേ, പെട്ടുപോയതാണ്, അങ്ങനെയെന്നല്ലാതെ ഞാൻ ആ ചെയ്തത് തെറ്റന്നെയാണ്, തമ്മാടിത്തരാന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും അംഗീകരിക്കലുണ്ടോ? അംഗീകരിക്കൂല. പക്ഷെ അത് മനുഷ്യന്മാരെ അവിടുന്ന് അംഗീകരിക്കും. ആ അംഗീകാരം വേണ്ടത് ഇവിടുന്നാണ്. കാരണം നീ കുറെ കാലം നരകത്ത് കിടന്നിട്ട് സ്വർഗത്ത് പോവുകയാണെങ്കിൽ തന്നെ അതൊരു ശുദ്ധീകരണ പ്രക്രിയ. തെറ്റുകൾ തീയോണ്ട് കരിച്ച് കീടങ്ങൾ ഉരുക്കി ശുദ്ധീകരിച്ചിട്ട് സ്വർഗത്ത് കിടും. എത്ര കാലം എന്ന് പറയാൻ പറ്റൂല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആഖിറത്ത്ക്കാണ് നീട്ടിവെക്കുന്നതെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന ആ പൊതുസമ്മതം ഉണ്ടല്ലോ, ആ മനസ്സറിഞ്ഞ സമ്മതവും ഖേദവും, അത് ആഖിറത്ത്ക്ക് നീട്ടിവെച്ചാൽ അള്ളാഹു തആല ശുദ്ധീകരിക്കൽ തീയോണ്ടാവും. നേരെ മറിച്ച് ആ അംഗീകാരവും ഖേദവും ഇവിടുന്നുണ്ടെങ്കിലോ തീ വേണ്ട, കണ്ണീരുകൊണ്ട് പരിപാടി അവസാനിച്ചു. ലാ യലിജു നാറ മൻ ബക്കാ മിൻ ഖശിയത്തില്ലാ. അള്ളാഹിനോർത്ത് കരഞ്ഞോ നരകത്ത് പോകൂല. മുഹമ്മദ് മുസ്തഫ. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട, ഒരു സംശയവും വേണ്ട. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലത്ത് ഒരു ചെറുപ്പക്കാരൻ പള്ളിക്ക് പോകും വരും, സുമുഖന. വഴിയോരത്തൊരു പെൺകുട്ടി ഇവനതിങ്ങനെ കണ്ടുവച്ചപ്പോ അവൾക്ക് വല്ലാത്ത പ്രേമായി. പ്രേമം മൂത്ത് ഇവനൊന്ന് കിട്ടണോന്നായി. അവസാനം ഇവനെ വീട്ടിലേക്ക്, വലിയ കൊട്ടാരാണ്, പല നിലയിലും കോപ്പരാട്ടത്തരം കൊണ്ട് വശീകരിച്ചു. ഇവൻ ഒറ്റക്ക് കിട്ടി. റൂമിന്റെ കതക് ഇങ്ങനെ അടച്ചു. സുന്ദരിയായ പെൺകുട്ടി വിവസ്ത്രയായി അവന്റെ മുമ്പിൽ പാട്ട് പാടിയപ്പോ അവന്റെ ഹൃദയം കിളി പോയി എന്ന് പറയുന്നത്. സംഗതിയിലെ എല്ലാ രംഗവും അനുകൂലായി. ഒരു മനുഷ്യനൊട്ട് കാണുന്നില്ല. ഇവള് വിവസ്ത്രയായി അവന്റെ മുമ്പിൽ എല്ലാത്തിനും കീഴ്പ്പെട്ട് സൗകര്യം ചെയ്ത് അവനെ വശീകരിച്ചുകൊണ്ട് കിടന്നുകൊടുത്തു. ഒരു വേള ചെറുപ്പക്കാരൻ ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ കയറുകയും ചെയ്തു. കിതാബിലൊക്കെ ഒന്നൊരു സംഭവമാണ്. ആ രംഗത്ത് ഈ ചെറുപ്പക്കാരന് അല്ലാന്നുള്ള എരച്ചിലിങ്ങോട്ട് വന്നു. അതാണ് ചെയ്യുന്നത് ശരിയല്ലല്ലോ റബ്ബേ എന്നുള്ള ആ പേടി കണ്ട് ആളിപ്പടർന്നു. അവൻ കുഴഞ്ഞു വീണു റൂമില്. നോക്കാൻ നിങ്ങൾ തക്കുവ. റൂമിൽ കുഴഞ്ഞു വീഴുക എന്ന് പറഞ്ഞാൽ വിചാരത്തിന് എല്ലാ സൗകര്യം കിട്ടി. റൂമിൽ കുഴഞ്ഞു വീണു. ഇവള് കുടുങ്ങും ചെയ്തു. കാരണം ഈ പണിക്ക് വേണ്ടി ഒപ്പിച്ച്
പ്രേമിച്ച് വശീകരിച്ച് വരുത്തിയിട്ട് അവസാനം കുഴഞ്ഞു വീണ ഒരാളെ കുറിച്ച് റൂമിൽ ഒറ്റയ്ക്ക് അങ്ങനെ കുഴഞ്ഞു വീണ ഒരു ശരീരവുമായി നിൽക്കുന്ന ആ പെൺകുട്ടിയുടെ അവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഇവളെന്ത് ചെയ്ത് മറ്റൊരുത്തയുടെ സഹായത്തോടു കൂടി ഇവനെ ചുമന്നിട്ട് റോഡ് സൈഡില് ആളുകൾ പോണ വഴിയിൽ കൊണ്ടുപോയിട്ടിട്ട് മെല്ലെ മുങ്ങി. ആൾക്കാരെങ്ങനെ പോകുമ്പോ പള്ളിയിൽ സുബീഖൊക്കെ പങ്കെടുക്കാൻ ചെറുപ്പക്കാരൻ കുഴഞ്ഞെടുക്കണം. വേഗം വാപ്പാനെ വിവരം അറിയിച്ചു. വാപ്പ വന്നു. ജനങ്ങളെല്ലാം കൂടി ഇവനെ താങ്ങെടുത്ത് വീട്ടിൽ കൊണ്ടുപോയിട്ട് കിടത്തി. ബോധം തെളിഞ്ഞപ്പോ വാപ്പ ചോദിച്ചു, മോനെ എന്ത് പറ്റിയടാ? അപ്പാന്റെ കുട്ടിക്ക് എന്ത് പറ്റി? അവന് ഓതി, ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. അവസരം യോജിച്ചു വന്നപ്പോൾ ആരും കാണില്ല എന്നുറപ്പായപ്പോൾ ബാപ്പാ സുന്ദരിയായ പെൺകുട്ടിയുടെ ഭംഗിയുടെ മുമ്പിൽ ഞാൻ എന്റെ ഇക്കിടിയിൽ വഴിപ്പെട്ടുകൊണ്ട് ഞാനൊന്ന് പതറിപ്പോയി ബാപ്പാ എന്ന് പറഞ്ഞ് കരഞ്ഞ് ആ സംഭവിച്ചതിൽ ഖേദിച്ചുകൊണ്ട് ബാപ്പന്റെ മടിയിൽ കിടന്ന് മരിക്കുകയാണ്. ആ സമ്മതപ്പെടണമെങ്കിൽ അങ്ങനെ മരിച്ചോളന്നില്ല. കത്തി കയറിയിട്ട് ഓവറായാൽ ചില ആളുകളുടെ ഹാർട്ട് പൊട്ടും, ചില ആളുകൾക്ക് കണ്ണീര് വരും, ചില ആളുകൾ തളരും. ഓരോ ആളുകളുടെ ഡിഗ്രി അനുസരിച്ചുകൊണ്ട് അള്ളാഹു തആല പ്രതിഫലം നൽകുകയും ചെയ്യും. ഈ ചെറുപ്പക്കാരൻ മുഖത്താവിന്റെ ഭരണകാലത്ത് ജീവിച്ചിരുന്ന ആളാണ്. ആ കുട്ടിക്ക് പിന്നെ സ്വർഗം കിട്ടിയെന്ന് മുഖത്താവിന് ഇൻഫർമേഷൻ കിട്ടിയതൊക്കെ കിതാബിലുണ്ട്. അപ്പൊ ഈ വിഷയത്തിൽ നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടത്, തെറ്റ് ചെയ്തു എന്ന് സമ്മതിക്കേണ്ട അവസ്ഥ നാളെ ആഖിറത്തേക്ക് നീട്ടരുത്. നീട്ടിയിട്ട് കാര്യമില്ല. നീട്ടിയ എന്താണെന്നറിയോ? അല്ലാഹു തആല സ്വർഗത്തിൽ എത്തിക്കണമെങ്കിൽ തീയിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി ഉരുക്കി വെടുപ്പാക്കിയിട്ടേ സ്വർഗത്തിൽ കൊടുള്ളൂ. ആഖിറത്തേക്ക് നീട്ടിയാല് ശുദ്ധിയാക്കിയിട്ടേ സ്വർഗത്തേക്ക് പോവുള്ളൂ. നമ്മൾ ചെയ്ത തെറ്റിനനുസരിച്ചുകൊണ്ട് തീയിലിട്ടിട്ട് ഉരുക്കി കീടങ്ങളൊക്കെ ശുദ്ധിയാക്കിയിട്ട് എത്ര കാലം കഴിഞ്ഞിട്ട് പോകുമെന്ന് പറയാൻ പറ്റൂല. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നേരെ ആ ഇഅ്തിറാഫ് ഉണ്ടല്ലോ, ഫഅ്തറഫു ബിദംബിഹിം, പടച്ചോനെ സംഭവിച്ചു പോയി റബ്ബേ എന്നൊരു ഖേദം. റബ്ബേ അത് ഉണ്ടാവാൻ മനുഷ്യനല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഒരു പെൺകുട്ടി ഗർഭിണിയാണ്. മുസ്തഫ നബിന്റെ മുമ്പിലേക്ക് വന്നിട്ട് പറഞ്ഞു, മുത്തുനബിയെ, എന്റെ വയറ്റിൽ ഉരുണ്ട് വളർന്നുകൊണ്ടിരിക്കുന്നത് അവൈധ ബന്ധത്തിലൂടെയുള്ള ഭ്രൂണാണ്. അതുകൊണ്ട് ഫഖ്ല ഫിയ മാ ശിഅ്ത, എന്നെ നടപ്പിലാക്കിക്കോളി എന്ന് പറഞ്ഞു. ആ ഖേദാണല്ല വന്നത്. ആരും അറിഞ്ഞിട്ടില്ല. നമ്മളെ പള്ളിയിലുള്ളത് വ്യഭിചാരത്തിലുള്ള കുട്ടിയാണെന്ന് ആരും അറിഞ്ഞിട്ടില്ല. പക്ഷെ ഉറക്കം കിട്ടണില്ല. സംഭവിച്ചു പോയല്ലോ. മുത്തനബിന്റെ അടുത്ത് നിന്നിട്ട് വിധി നടപ്പിലാക്കാൻ വേണ്ടി അങ്ങോട്ട് പറയാം. അപ്പൊ അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഈ പ്രസവിച്ചിട്ടില്ലല്ലോ, അതൊരു പൈതലല്ലേ, നിന്നെ പോടെ കൊല്ലുകയാണെങ്കിൽ അവൻ പെടൂലേ, നീ പ്രസവിച്ചിട്ട് വന്ന. അപ്പൊ ഈമാന്റെ കടുപ്പ് സംഭവിച്ചു. പക്ഷേ ഖേദം കൊണ്ട് ആ സമ്മതം ഇവിടുന്നുണ്ടാകാൻ. എന്നിട്ട് നാളേക്ക് നീട്ടിയാക്കാതിരിക്കാൻ വേണ്ടി റസൂലിനോട് പോയി പറയാൻ, ഈ പെൺകുട്ടി പ്രസവിച്ചു. പിന്നെ നമ്മളെ നാട്ടു പോലെ 40 വരെ കിടക്കുക, പിന്നെ അതിനിടയ്ക്ക് എണ്ണിട്ട് ഒയ്യ, പിന്നെ തൈലം തേക്കുക, പിന്നെ മരുന്ന് കുടിക്കുക, അങ്ങനത്തെ പരിപാടി ഒന്നും ഒന്നുമില്ല അറബ് നാട്ടിലൊന്നും. പ്രസവിച്ച് ഈ പെൺകുട്ടി ചോരപ്പൈതയിലിട്ട് റസൂലിനെ ഇട്ട് തന്നു. മുത്തനബിയെ, എന്റെ ഗർഭത്തിലുണ്ടായിരുന്ന കുട്ടി ഞാൻ പ്രസവിച്ചിട്ടുണ്ട്, ഇതാണ് ആ വ്യഭിചാരത്തിലെ കുട്ടി, ഇനി കുട്ടിനെ ഞാൻ കൈമാറാം, എന്നെ കൊന്നോളിന്ന്. അപ്പോഴാ അള്ളാന്റെ റസൂൽ പറഞ്ഞു, മോളെ, ഈ കുട്ടി ചെറിയ പൈതലല്ലേ, അത് എന്റെ കുട്ടിയാണല്ലോ, വാപ്പയില്ലാത്ത എന്റെ കുട്ടിയല്ലേ, ആ കുട്ടിക്ക് പാല് കൊടുക്കണ്ടേ. അപ്പൊ ആ കുട്ടിന്റെ പാലുടി പ്രായം കഴിഞ്ഞാൽ പോരെ. മദീന ഇത് മറന്നു, പക്ഷെ ഇപ്പോഴും മറന്നില്ല. നമ്മളെ നേരെ എതിര്. നമ്മളെ നാട്ടിലൊക്കെ എന്താ പരിപാടി? നമ്മളൊരു തെറ്റ് ചെയ്താൽ നമ്മൾ ഓർക്കും, നാട്ടുകാർ ഓർക്കില്ല. ഇവിടെ എന്നല്ല ഞാൻ പറഞ്ഞിട്ട, പൊതുവെയുള്ള ഒരു സ്വഭാവം അങ്ങനെയല്ല. ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ തെറ്റ് ചെയ്തവനെ ഓർമ്മ ഉണ്ടാവില്ല, പക്ഷെ നാട്ടുകാർക്കൊക്കെ ഓർമ്മ ഉണ്ടാവും. കാലത്ര കഴിഞ്ഞാല് ഈ ബാപ്പാന്റെ ആണെങ്കിൽ തലമുറ കഴിഞ്ഞാലും വിളിച്ചു വരും. അവന്റെ ബാപ്പാന്റെ വല്യപ്പുണ്ടല്ലോ, ആ വല്യപ്പാണ് മറ്റോടന്ന് അതിന്റെ മോനാണ്. എന്റെ പാരമ്പര്യം മൊത്തം അത് മറന്നിട്ടുണ്ടാവും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. മദീന അങ്ങനെയല്ലായിരുന്നു. തെറ്റ് ചെയ്ത ആളുകൾ മറക്കൂല, നാട്ടുകാർ മറക്കും ചെയ്യും. അതുകൊണ്ട് മദീനക്കാർക്ക് ഇത് ഓർമ്മയില്ല, പക്ഷെ പെണ്ണ് മറന്നിട്ടില്ല. കുട്ടിക്ക് പാലുടി പ്രായം കഴിഞ്ഞപ്പോ ഈ കുട്ടിനേറ്റ് കുട്ടിന്റെ കയ്യിൽ ഒരു പത്തിരി കഷ്ണം കൊടുത്തിട്ട് അതിങ്ങനെ തീറ്റിച്ചിട്ട് റസൂലുള്ളാഹിനെ ഇട്ട് കൊന്നു. കാരണം പാലുടി പ്രായം കഴിഞ്ഞിങ്ങനെ സ്വന്തം കുട്ടി തിന്നുന്ന് അറിയിക്കാൻ. അപ്പൊ പെണ്ണിന്റെ ഭക്തി വെക്കാണ്. എന്നിട്ട് അള്ളാന്റെ റസൂലിനോട്, മുത്തനബിയെ, എന്റെ കുട്ടി പത്തിരി തിന്നുന്നുണ്ട്, ഇപ്പൊ പാലുടി പ്രായം കഴിഞ്ഞിക്കണെന്ന് പറഞ്ഞു. അപ്പോഴാണ് അള്ളാന്റെ റസൂൽ കുഴിയിലേക്ക് ഇറക്കിയതും കല്ലെടുത്തെറിയാൻ വേണ്ടി പറഞ്ഞതും. എറിഞ്ഞ് ആ സമയത്ത് തല പൊട്ടിയിട്ട് രക്തം പുറത്തേക്ക് ചീറ്റി പെണ്ണിന്റെ. അത് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു ശരീരത്തിൽ വന്നു.
വലിയ തന്നെ ജീവിതത്തിലും ഈ ശല്യം, മരിക്കുമ്പോഴും ശല്യം. അപ്പൊ അള്ളാഹു ഖാലിദേ ലാ തഖുൽ ഹകദ, മേലാൽ പറയരുത്. ആ പെണ്ണിന്റെ കൽബിൽ അതാണ് വിഷയം. ആ പെണ്ണിന്റെ കൽബിൽ ഉരുണ്ടുകൂടിയിട്ടുള്ള ഖേദമുണ്ടല്ലോ, തെറ്റ് ചെയ്തു എന്ന് സമ്മതിച്ചിട്ട് ആ പെണ്ണിന്റെ കൽബിലുള്ള നൊന്ത് വേദനിക്കുന്ന ഖേദമുണ്ടല്ലോ, ആ ഖേദെങ്ങാനും മദീനയിലുള്ള 70 പാപികൾക്ക് വിതരണം ചെയ്താൽ അവർ മുഴുവനും സ്വർഗത്തിൽ പോകും ഖാലിദേ എന്ന് മുഹമ്മദ് മുസ്തഫ. ഇവിടുന്ന് വന്നുള്ള നേട്ടാണ് ഫഅതറഫു ബിദംബി. തെറ്റ് ചെയ്തു എന്ന് സമ്മതിക്കലും അതിന്റെ പേരിലുള്ള ഖേദവും നാളേക്ക് നീട്ടിവെച്ചാൽ സ്വർഗത്തിൽ കടക്കും ചിലപ്പം, പക്ഷെ നരകത്തിൽ ഇട്ടിട്ട് ഒരുക്കിയിട്ട് ശുദ്ധീകരണ പ്രക്രിയ കഴിഞ്ഞിട്ടേ കടക്കുള്ളൂ. ഇവിടുന്ന് ശുദ്ധീകരിക്കണമെങ്കിൽ തീയ് വേണ്ട, എന്ത് മതി? അതാ ഇവിടുന്ന് ശുദ്ധീകരിക്കാൻ തീയ് വേണ്ട. ആഖിറത്തിനെ ശുദ്ധീകരിക്കാൻ തീയ് വേണം, ഇവിടുന്ന് ശുദ്ധീകരിക്കാൻ തീയ് വേണ്ട, എന്ത് മതി? ഏതോണ്ടപ്പ നമ്മള് കഴിച്ചില്ലാണ്ട് കണ്ണീരോണ്ട തീയോണ്ടാവും. അത് തീരുമാനിച്ചിട്ടൊന്ന് പോയാൽ മതി. രണ്ടാലൊരു നിലയിൽ ശുദ്ധീകരണ പ്രക്രിയ കഴിഞ്ഞിട്ടേ സ്വർഗത്തിൽ എത്തിക്കൊള്ളൂ. ഒന്നുകിൽ തീയുണ്ട്, അത് പടച്ചോന്റെ ശുദ്ധീകരണം. നമ്മളോട് അള്ളാഹു പറഞ്ഞു ഇവിടുന്ന് സമ്മതിച്ചിട്ട് ഖേദിക്കുകയാണെങ്കിൽ തീയ് വേണ്ട, കണ്ണീര് മതി. കണ്ണീരോണ്ട് ശുദ്ധിയാവുന്നു. ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞാൽ മനസ്സിനെന്ത് സമാധാനമായിരിക്കും. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി. നമ്മള് വാഴന്മാര് കരയിലുണ്ടായി, ഞാനും കരയിലുണ്ടായി. മനസ്സിലായ? നീ കരച്ചിൽ എത്ര ആയിട്ടുണ്ടെന്ന് വേണേ വേറെ പറഞ്ഞുതരാം. ഞാനും കരയിലുണ്ടെന്ന് നിങ്ങളിന്റെ വേല കേട്ടിട്ടില്ലേ? കാരണം കമ്മിറ്റിക്കാര് 4 ഓർത്താണ്ട് നിൽക്കുന്നിട്ട് പറയും പള്ളി പൊളിച്ചിട്ട് 40 ലക്ഷം ഉറപ്പിട്ടാണെന്ന് പറയും. ഞാൻ കരയില്ല നിവർത്തില്ല, അതുകൊണ്ട് കാര്യമില്ലേ, അതുകൊണ്ട് 40 ലക്ഷം കിട്ടും, നമുക്ക് കിട്ടലുണ്ട്. ഞാൻ ഫാറൂഖിന്ന് പടുത്ത് വിശ്വസിച്ച 75 ലക്ഷം. അങ്ങനെ ഒരൊറ്റ കരച്ചിലാണ്ട് അറിഞ്ഞ് പൊന്നും കണ്ട് വരാൻ തുടങ്ങിയില്ലേ, എന്താ ചെയ്യാ? പക്ഷെ അതുകൊണ്ട് നമുക്ക് വലിയ നേട്ടം ചെയ്യല്ലോ, പള്ളി ഉണ്ടാക്കാന്നല്ലാതെ. ഞമ്മക്ക് നേട്ടം കണ്ടെങ്കിൽ ഒറ്റക്ക് പടച്ചോനെ പൊളിച്ച് കരയണ്ടേ? കാരണം കണ്ണീര് ഒന്നുകിൽ ഇതിൽ കൂടി വരും, സെൻറ്ററിൽ കൂടി വരും, ഇതിൽ കൂടി വരും. അത് 3 ഐറ്റാണ്. അതിലേതാ നമ്പണ്ടി ഇപ്പൊ ഞാൻ പറയില്ല, കാരണം ഞാൻ കാര്യം നിങ്ങളിന്നെ നോക്കും. അതുകൊണ്ടാണ് 3 നിലക്ക് കണ്ണീര് വരും. ഇതിൽ കൂടി വരുന്ന ഒരു സൈസ് കണ്ണീരുണ്ട്, ഇതിന് സെൻറ്ററിൽ കൂടി വരുന്നുണ്ട്, ഇതിൽ കൂടി വരുന്നുണ്ട്. ഇന്നലെ ഞാനൊരു കുട്ടീനെ വഴക്ക് പറഞ്ഞു, ഇവിടെ ഉണ്ട് എന്റെ ദർശനം പഠിക്കുന്ന ഒരു കുട്ടീനെ. അപ്പൊ എനിക്ക് ശരിക്കും ഖേദമുണ്ടായി, കാരണം ഇതിൽ കൂടെ ഞാൻ കണ്ണീര് നോക്കി, ഇതിൽ കൂടെ ആ കുട്ടി ഇവിടെ ഇരിക്കണ്ട്. ഓൻ കരഞ്ഞു എന്റെ മുമ്പിൽ, ചെറിയ കുട്ടി. ഒരബദ്ധം സംഭവിച്ചു, വിളിച്ചിട്ട് നല്ല വഴക്ക് പറഞ്ഞു. അപ്പൊ ഞാൻ ഓൻ കാര്യമ്പോ നോക്കി ഇങ്ങനെ. അപ്പൊ ഞാൻ ഷെരീഫ് അഷ്റഫിനോട് പറഞ്ഞു ഇപ്പൊ നന്നാവും, വലിയ നല്ല ലക്ഷണമുണ്ട് ഇതിൽ കൂടെ. കാരണം ഞാൻ നോക്കിയത് അതാണ്. ഇന്നാളെ ഞാൻ വേറെ കുട്ടിനെ വിളിച്ചു, ഓൻ കരഞ്ഞു, ഇതിൽ കൂടെ ആയിരുന്നു. ഞാൻ പറഞ്ഞു ഇപ്പൊ പുറപ്പോളും മടിയൊക്കെ പൊയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് കൂടുതൽ ഞാൻ പറഞ്ഞില്ല, കാരണം ഇനി ഞാനേറ്റ കാര്യങ്ങൾ നോക്കും ചിലപ്പോ, അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അള്ളാനെ പേടിച്ചിട്ടൊരു കരച്ചിലുണ്ട്. ആ കരച്ചിൽ ഇവിടുന്നാണ് നടത്തിയാല് ഇനി തീയൊന്നും വേണ്ട, നമുക്ക് നേരെ സ്വർഗത്ത് പോവാം. നേരെ മറിച്ച് ഖേദവും സമ്മതൊക്കെ നാളത്തേക്ക് നീട്ടിവെച്ചാൽ വിജയ സാധ്യതയില്ല. ഇവിടുന്ന് ആകുമ്പോ അല്ലെങ്കിൽ അതാണ് ഇവിടുന്ന് അള്ളാഹു ഖുർബാൻ. അവിടുന്ന് സമ്മതിച്ചാൽ സുഹഖ, ഏതാ വേണ്ടിയെന്നല്ലേ നമ്മളെ തീരുമാനമാണ്. അള്ളാഹു ഇവിടുന്ന് സമ്മതിച്ച് ഖേദിച്ച് കരഞ്ഞ് കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. നാളത്തേക്ക് നീട്ടിച്ച് അവിടെ പോയി സമ്മതിച്ച് ഖേദിച്ച് തീയോണ്ട് പടച്ചവൻ ശുദ്ധീകരിക്കുന്ന അപകടത്തിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഓർമ്മപ്പെടുത്തിയോണ്ടല്ലേ അപ്പുറത്തെ ആയത്തേക്ക് ചാടിയെന്ന്. ഞാൻ ഈ ആയത്തെ ഇടയിൽ ചെറിയൊരു ആയത്താണ്, ഓർമ്മപ്പെടുത്തിയപ്പോ ഇതിലൊന്ന് വരേണ്ടി ഒന്നാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി. വേറൊരു മാതിരിയും കൂടി ഉണ്ടാ. അപ്പൊ ഈ സൂറത്തുകളൊക്കെ മൂപ്പര് ക്ലാസ് തുടങ്ങുമ്പോ മനപ്പാടാക്കുകയാണ്. ഖുർആൻ ഹാഫിളല്ല ഇരിക്കണത്. ഒരു ക്ലാസ് തുടങ്ങുമ്പോ ആ സൂറത്ത് മൂപ്പര് മനപ്പാടാണ്. എല്ലാവർക്കും അങ്ങനെ ഒരു മെമ്മറി പവർ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാലും ഏതെങ്കിലും 1-2 ആയത്തൊക്കെ കൽവിൽ കൊളുത്തി വെക്കുന്നത് നല്ലതാണ്. ഖുർആൻ പഠിക്കണത് നല്ലതാണ്. ഞാൻ ഓതന കാലത്താണ് കുറെ സൂറത്തുകൾ മനപ്പാടാക്കിയത്. അല്ല, ഞാൻ ഹിഫ്ള് കോളേജിലൊന്നും പോയിട്ടില്ല. എനിക്ക് സൂറത്തുൽ ബഖറയൊക്കെ മനപ്പാടമുണ്ട്. ഓതനാലത്ത് മനപ്പാടാക്കിയത്. ഷരീഫ് അഷ്റഫിയും കുറെ മനപ്പാടാണ്. അത് കഴിഞ്ഞിരുന്ന് ഇങ്ങനെ മനപ്പാടാക്കിയാൽ ഇത് നമുക്ക് കൽബില് ഖുർആൻ വെച്ചുകൊണ്ട് പോയാൽ ഖബറിൽ നല്ല സുഖമാണ്.
കൽബിൽ ഖുർആാണെങ്കിൽ ഖബറിന് നല്ല സുഖാവും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മുഴുവനും കൂടിയല്ല, ചില ആയത്തുകളൊക്കെ സൂറത്തുകളൊക്കെ മനപ്പാടാക്കുന്നെങ്കിലും നല്ലതാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമർ റഹീമീനായ അല്ലാഹ്, പറഞ്ഞതും ഇരുന്നതും വന്നതും നാളത്തെ പൊരുത്തത്തിനുള്ള നിമിത്തമായി സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ ദോഷങ്ങളൊക്കെ പൊറുക്കുകയും ചെയ്യാത്ത ഹസനാത്താക്കി തബ്ദീൽ ചെയ്ത് ഞങ്ങളെ സലാമത്താക്കുകയും ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, സ്വർഗീയമായ തൗഹീദിന്റെ രാജപാതയിൽ അന്ത്യം വരെ കാലിടറാതെ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. അവസാന സമയത്ത് സ്വർഗം കണ്ട് സന്തോഷിച്ച് കലിമ ഉറക്കെ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. ഇതൊക്കെ അതിന് കാരണമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ദുനിയാവിന്റെ കാര്യങ്ങളൊക്കെ നീ ഇസ്സത്തിന്റെ ബാബിലൂടെ മുഴുവനും ആക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാഹ്. രോഗികൾക്ക് ശമനം നൽകണേ റബ്ബേ. കടക്കാർക്ക് വടച്ചവനെ വീട്ടാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. ദുരിതം അനുഭവിക്കുന്ന, രോഗം പേറുന്ന, കടം പേറുന്ന ആളുകളുണ്ട്, മോചനം നൽകണേ അല്ലാഹ്. ശമനം നൽകണേ അല്ലാഹ്. പ്രയാസങ്ങൾ നീ അകറ്റിത്തരണേ അല്ലാഹ്. പരീക്ഷണങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന, ഹൃദയം പടക്കുന്നവരുണ്ട്. സ്വന്തം കാര്യത്തിൽ, കുടുംബത്തിന്റെ കാര്യത്തിൽ, സ്വന്തം രോഗത്തിൽ, ഉറ്റവരുടെ രോഗത്തിൽ അല്ലാഹുവേ പരിഹാരം നൽകണേ റബ്ബേ. ചികിത്സകളെ വിജയിപ്പിക്കണേ അല്ലാഹ്. മരുന്നുകൾക്ക് ഔഷധ വീര്യം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, കച്ചവടക്കാരുണ്ട്, ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. കടലിൽ പോയി ജീവിത മാർഗത്തിന് വേണ്ടി പടവെട്ടുന്നവരുണ്ട്, അരച്ചാൻ വേറിന് വേണ്ടി നീ കുഴക്കല്ല അല്ലാഹ്, തളർത്തല്ല അല്ലാഹ്, കടത്തിൽ മുക്കല്ല അല്ലാഹ്. സമ്പത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. സന്താനങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ജീവിതം ബർക്കത്ത് കൊണ്ട് പൊതിയണേ അല്ലാഹ്. നിന്റെ റഹ്മത്തിൽ ആവരണം ചെയ്യണേ അല്ലാഹ്. റഹ്മത്തിലായി ജീവിച്ച് റിളയിലായി മരിച്ച് സ്വർഗം സ്വന്തമാക്കുന്ന സൗഭാഗ്യം നീ നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. ചുറ്റുഭാഗത്ത് കിടക്കുന്ന ഖബറാളികളുടെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. സ്വർഗവും സുഗന്ധവുമാക്കി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സന്തോഷകരമായ യാത്ര ഞങ്ങളുടെ മൗത്തിന്റെ യാത്രയാക്കണേ അല്ലാഹ്. ഞങ്ങളെ റാഹത്തുള്ള വിശ്രമം ഖബറിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഭാവി കേന്ദ്രം സ്വർഗമാക്കണേ അല്ലാഹ്. اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبه يا رب العالمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على آله وصحبه أجمعين. سبحان ربك رب العالمين. الحمد لله. السلام عليكم.